കനത്ത മഴയിൽ എറണാകുളത്ത് കടലാക്രമണം രൂക്ഷം. എടവനക്കാട് മേഖലയിലെ 20ഓളം വീടുകളിൽ വെള്ളം കയറി. കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പാത സ്തംഭിപ്പിച്ച് പ്രതിഷേധിച്ചു. ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറി, എല്ലാ വീടും കയറി. അവിടെ ഉച്ചയ്ക്ക് 2:30 ആയപ്പോൾ വെള്ളം അങ്ങോട്ട് കയറാൻ പോയിട്ട് അത് കുഞ്ഞിപ്പ് എല്ലാ പേരയിലും വെള്ളം നിറച്ച് കിടക്കുകയാണ്. പറയലല്ലാണ്ട് എന്തൊന്നും ചെയ്യലില്ലല്ലോ. ആ കൽഭിത്തി ഒന്ന് ശരിയാക്കി കിട്ടിയാൽ ഇത്ര ബന്ധം വരൂലായിരുന്നു. ആകെ ഇടിഞ്ഞിടക്കുകയാണ്. ഞങ്ങളൊക്കെ അല്ലാണ്ടോ സർക്കാർ തീരുമാനിച്ചൊക്കെയാണ്. ഇന്നലെ വന്ന ഒരു സാർ പറഞ്ഞത് 4 ലക്ഷം രൂപ കൊടുക്കാന്നാണ് പറഞ്ഞത്. 4 ലക്ഷം അവിടെ തന്നെ പണിക്കാർക്ക് ചായ കുടിക്കാൻ തികയൂല. ആ വിധത്തിലാണ് നടക്കുന്നത്. അതിജീവനത്തിനായുള്ള പോരാട്ടമാണ്. ചോര നീരാക്കി കെട്ടിയുയർത്തിയ കിടപ്പാടം കടലെടുക്കാതിരിക്കാനുള്ള സമരം. എടവനക്കാട് കടൽഭിത്തി വേണമെന്ന ആവശ്യത്തിന് 20 വർഷത്തെ പഴക്കമുണ്ട്. ഒരിക്കലും സഹായിക്കുന്നില്ല. MLA-യും MP-യും ഇവിടെ ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം കഴിഞ്ഞ വർഷം ജൂൺ 10-ാം തീയതി ഇതുപോലെ ഇവിടെ MP-യും MLA-യും മറ്റു ജനപ്രതിനിധികളും സന്ദർശിച്ച് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി പോയതാണ്. ഞങ്ങൾക്ക് ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. ചെല്ലാനം മോഡലിൽ 55 കോടിയുടെ പദ്ധതിയുടെ DPR സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഫണ്ടില്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഞങ്ങൾ ഇന്നലെ കളക്ടറേറ്റുള്ള മീറ്റിംഗിൽ ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടായി. കാരണം കടൽ കയറിക്കൊണ്ടിരിക്കണല്ല. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് തീര സദസ്സിൽ 55 കോടി ടെട്രോപാഡ് മോഡൽ നിർമ്മിക്കാൻ വേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവിടുന്ന് എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനെ കുറിച്ച് ചോദിച്ചു. ഞങ്ങളുടെ ആവശ്യം പുലിമുട്ടും ടെട്രോപാഡ് മോഡൽ ചെല്ലാനത്തും ചെയ്ത അതേ തന്നെ ഞങ്ങൾക്കും വേണം എന്നുള്ളതാണ്. കാരണം 5 ജീവനുകൾ എടുത്ത ഒരു തീരദേശമാണ്. ചെല്ലാനത്ത് എന്ത് സംഭവിച്ചുവോ അതേപോലെ തന്നെ ഉള്ളതാണ് എടവനക്കാട് പഞ്ചായത്ത്. ചെല്ലാനം ചെറിയ കടവ് മേഖലകളിലും കടൽ കയറിയതിനെ തുടർന്ന് തീരദേശത്തെ ഒരു വീട് നിലം പതിച്ചു. കടൽഭിത്തി ഇല്ലാത്തതാണ് ഇവിടത്തെയും പ്രതിസന്ധിക്ക് കാരണം. എടവനക്കാട് കേടുപാടുകൾ സംഭവിച്ച വീടുകളുടെ അറ്റകുറ്റപ്പണി സർക്കാർ ചിലവിൽ ഉറപ്പാക്കുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ R. മീര അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസത്തെ മഴയിൽ എറണാകുളം ജില്ലയിൽ 29 കോടി രൂപയുടെ കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും ഭയപ്പാടില്ലാതെ കിടന്നുറങ്ങാനാകണം. അതുമാത്രമാണ് ഈ തീരദേശ ജനതയുടെ ആവശ്യം. സർക്കാർ കണ്ടില്ലെന്നടിക്കരുത്. കൊച്ചിയിൽ നിന്ന് റിജോയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24.